അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, അൽ അറബിയയിലെ അൽ ഉസ്റ എന്ന ഒന്നാം വഹദയിലെ ഒന്നാമത്തെ ഹിവാറ്, ഒന്നാമത്തെ സംഭാഷണം നാം മനസ്സിലാക്കി കഴിഞ്ഞു. അതിലെ പ്രത്യേകമായ വാക്കുകൾ നോട്ട് ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് നാം അതിന്റെ ബാക്കിയായ രണ്ടാമത്തെ ഹിവാറ്, അൽ ഹിവാറു സാനി, ഉമറും ഉസ്മാനും തമ്മിലുള്ള സംഭാഷണമാണ്. ഈ പാഠം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. ഒരു വൃക്ഷത്തിന്റെ ചിത്രവും അതിന്റെ ഇലയിൽ ഓരോ പേരുകളും എഴുതിയതായി കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം എന്ന രൂപത്തിൽ പരിചയപ്പെടുത്തുക എന്നതാണ് ഈ ചിത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉമറും ഉസ്മാനും നബി തങ്ങളുടെ കുടുംബത്തിന്റെ പേരുകൾ ഓരോരുത്തരായി പറയുന്നതാണ് നാം ഈ ഹിവാറിൽ കാണുന്നത്. ഉമർ: ഹൽ ഹാദിഹി ഷജറ. ഉമർ ചോദിക്കുകയാണ്, ഹൽ ഹാദിഹി ഷജറ, ഇതൊരു വൃക്ഷമാണോ? ഷജറത്ത് നാം പഠിച്ചതാണ്, വൃക്ഷം. ഉസ്മാൻ പറഞ്ഞു, നഅം, അതെ, ഹാദിഹി ഷജറ, ഇതൊരു വൃക്ഷമാണ്. ഹാദിഹി ഉസ്റത്തുർ റസൂൽ, ഈ വൃക്ഷത്തിൽ പരിചയപ്പെടുത്തുന്നത് നബി തങ്ങളുടെ കുടുംബമാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്റത്തുർ റസൂൽ എന്ന് കേട്ടപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറയാ ഉസ്മാൻ, ഹാദാ വാലിദുഹു അബ്ദുള്ള, ഇത് നബി തങ്ങളുടെ ഉപ്പ അബ്ദുള്ളയാണ്, വാലിദ് ഉപ്പ. ഉമർ: വഹാദിഹി വാലിദതുഹു ആമിന, ഇത് നബി തങ്ങളുടെ ഉമ്മ ആമിനയാണ് റളിയല്ലാഹു അൻഹ. ഉസ്മാൻ: വഹാദാ ജദ്ദുഹു അബ്ദുൽ മുത്തലിബ്, ഇത് നബി തങ്ങളുടെ ജദ് ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് എന്നവരാകുന്നു. ഉമർ: വഹാദാ അമ്മുഹു അബ്ബാസ്, ഇത് നബി തങ്ങളുടെ പിതൃവ്യൻ അബ്ബാസ് എന്നവരാകുന്നു, അതായത് പിതാവിന്റെ സഹോദരന്മാർ. ഉസ്മാൻ: വഹാദാ അമ്മുഹു ഹംസ, ഇത് നബി തങ്ങളുടെ പിതൃവ്യൻ ഹംസ റളിയല്ലാഹു അൻഹു എന്നവരാകുന്നു. ഉമർ: വഹാദിഹി അമ്മത്തുഹു സഫിയ, ഇത് നബി തങ്ങളുടെ പിതൃ സഹോദരി, പിതാവിന്റെ സഹോദരി സഫിയ എന്നവരാകുന്നു. വഹാദാ ഇബ്നുഹു അൽ ഖാസിം, ഇത് നബി തങ്ങളുടെ പുത്രൻ ഖാസിം എന്നവരാകുന്നു. വഹാദാ ഇബ്നുഹു അബ്ദുള്ള, ഇതും നബി തങ്ങളുടെ പുത്രൻ അബ്ദുള്ളയാകുന്നു. ഉസ്മാൻ: വഹാദാ ഇബ്നുഹു ഇബ്രാഹിം, ഇത് നബി തങ്ങളുടെ പുത്രൻ ഇബ്രാഹിം എന്നവരാകുന്നു. ഉമർ: വഹാദിഹി ഇബ്നതുഹു ഫാത്തിമ, ഇത് നബി തങ്ങളുടെ പുത്രി ഫാത്തിമ എന്നവരാകുന്നു. ഉസ്മാൻ: വഹാദിഹി ഇബ്നതുഹു റുഖയ്യ, ഇത് നബി തങ്ങളുടെ മകൾ റുഖയ്യ. വഹാദിഹി സൈനബ്, ഇത് സൈനബ്. ഉമർ: വഹാദിഹി ഇബ്നതുഹു, ഇത് നബി തങ്ങളുടെ മകൾ ഉമ്മു കുൽസൂം എന്നവരാകുന്നു. ഇങ്ങനെ ഈ സംഭാഷണത്തിൽ നബി തങ്ങളുടെ കുടുംബത്തിന്റെ പേരുകൾ പരിചയപ്പെടുത്തുന്നു. അതിൽ നാം ശ്രദ്ധിക്കേണ്ടത് ഷജറത്ത്, ഉസ്റത്ത്, വാലിദ്, വാലിദത്ത്, ജദ്, അമ്മ്, അമ്മത്ത്, ഇബ്ന്, ബിന്ത് തുടങ്ങിയ ആ വാക്കുകളുടെ അർത്ഥവും അതോടൊപ്പം നബി തങ്ങളുടെ ആ കുടുംബത്തെയും മനസ്സിലാക്കുക എന്നതാണ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ഹിവാറിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പഠിക്കാം. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.